എത്തിച്ചേരുക എന്ന് എല്ലാ മെമ്പർമാരും എനിക്കാണ് ആദരവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു കാഴ്ചയില്ലാത്ത ആള് 2-3 പെൺകുട്ടികളുടെ രക്ഷിതാവ്, ഭാര്യ, അങ്ങനെ 5-6 അംഗങ്ങളാണ്. ഉമ്മാക്കെ കൂടി നമ്മൾ 5-6 അംഗങ്ങളാണ്. അപ്പോൾ ഇതനുസരിച്ച് ഈ കാഴ്ചയില്ലാതെ 100 എണ്ണയ്ക്ക് നമുക്ക് പാസ്സാക്കാം. അയാൾക്ക് പാസ്സാക്കുന്നത് ഏറ്റവും അർഹമായ ഇതാണ് പറഞ്ഞിട്ട് എനിക്കവര് പാസ്സാക്കി. സോൾഡാറ്റി കെട്ടിയ ഭവനത്തിൽ 1.5 സെന്റിന്റെ വീടുണ്ട്. അതിലതാ ഒരു ചെറിയൊരു ഭവനം അവര് പാസ്സാക്കി. അതതാ അള്ളാഹുവിന്റെ കരുണയില് ഇത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതില് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷവും ഒരു നല്ലൊരു അഭിപ്രായമുണ്ട്. എന്താണെന്നറിയോ, വിലമതിക്കാത്ത കൈകളാണ് എന്റെ ഈ കരങ്ങളാണ് ഇതില് പണിയെടുത്തുള്ളത്. അസ്ഥിവാരം പണി 5000 സോളിഡാരിറ്റിയുടെയും പിന്നെയും നമ്മുടെ ബഹുമാന്യന്മാരായ പല ജമാഅത്തിന്റെ അംഗങ്ങളും. അത് എണ്ണമില്ല, ആ വിലയുമില്ല. ആ വിലയ്ക്ക് നമ്മുടെ ഒരു കൂലി കൊടുത്തൊരു ടെറസ് നിർമ്മിക്കാൻ, അസ്ഥിവാരം തോണ്ടുക, ചെറിയൊരു വീട് നിർമ്മിക്കാൻ പണിയെടുപ്പിക്കാം. പക്ഷേ ഇവര് ചെയ്യുന്നത് പണി ചെറിയൊരു തൊഴിലാളി മുതൽ ഡോക്ടറേറ്റ്, എഞ്ചിനീയർ, ബമ്പം കോടീശ്വരനായ മുതലാളിമാരടക്കം ഇതൊരു പണി ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തില് വിലമതിക്കാൻ പറ്റാത്ത ഒരു ഭവനമാണ്. അള്ളാഹു നമുക്കിതില് കരുണ ഐശ്വര്യം തരാൻ വേണ്ടി ഞാൻ ദുആ ചെയ്ത് നിങ്ങളെ എനിക്ക് വേണ്ടി ദുആ ചെയ്യും. ഞങ്ങള് ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നുമാതിരി പരിപാടി ഉണ്ട്, ഞങ്ങളിങ്ങനെ വീട് വീട്ട് ചെലവാണപ്പോ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം തോന്നി. വന്നിപ്പോ 1 വർഷമാകാനായില്ലേ. പാലക്കാട് ഏരിയയിൽ നമ്മൾ ഈ ആവശ്യാർത്ഥം തന്നെ പ്രവർത്തക കൺവെൻഷൻ 2 തവണ വിളിച്ചു ചേർത്തുകയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൽ ജില്ലാ പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.പി. യൂനിസ് സാഹിബ് പങ്കെടുത്തിരുന്നു. സോൾഡാറ്റിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കളത്തിൽ ഫാറൂഖ് സാഹിബ് പങ്കെടുത്തിരുന്നു. അങ്ങനെ ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ജില്ലയുടെ മൊത്തം കൺവീനർ നമ്മളാണെങ്കിലും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ജില്ലാ സമിതിയിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. കൂലി സംഖ്യകൾ നമ്മൾ ഈ 25,000 രൂപയിൽ നിന്ന് എടുത്തിട്ടില്ല. இதுக்கு முன்ன ஓலை வீட ஓலை பறையாருந்தது. வருஷம் நாங்க ஓலை வாங்கிட்டு மேயம் செய்யணும். அது பாடுபடுத்த ஓலை வாங்கி மேலே மேயணும், கஞ்சியும் குடிக்கணும், ஓலையும் தடுக்கு வாங்கி மரம் மட்டம் ஓலை குச்சி வாங்கி வீடு மேயணும். அப்படி வீடு மேலன்னு கண்டா ஓலை வீட மழை பெஞ்சதுன்னு நல்லா நினையும் செய்யணும். மக்களும் குட்டி ஒண்ணுக்கு 6 மக்கள் உண்டு. 6 வீட்டுக்குள்ள போட்டு நனைஞ்சுதான் கிடக்கணும். அதனால சோல்டாட்டிக்காரு வந்து இந்த வீடு கட்டி கொடுத்ததுக்கு பிற்பாடு இப்ப நல்லது. முதல்ல ஒருபாடு கஷ்டமா இருந்தாங்க. நாங்க 2 பையங்க வீட்டுல இன்னும் வீட்டுக்காரியும் இல்லைங்க. நாங்கள் கைகோட்டு வரைக்கும் போகணும். ஒருபாடு கஷ்டமா இருந்தது. முதல்ல ஓலை வீடு தான் இருந்தது. ஓலை வீடு இப்போ 2வது சோல்டாட்டிக்காரு வீடு கட்டி கொடுத்தாங்க. கொஞ்சம் நல்லா இருக்காங்க. സോൾഡാറ്റിക്കാര് വന്ന് വീടൊക്കെ പാവപ്പെട്ടവർക്ക് 2-3 വീട്ടുകാർക്ക് വീടൊക്കെ കെട്ടിക്കൊടുത്തു. എന്റെ മുന്നേ മഴയത്തും ഒക്കെ ആയിരുന്നു കിടപ്പ്. അവര് വന്നിപ്പോ ഇങ്ങനെ പാവങ്ങൾക്ക് വീടൊക്കെ കെട്ടിക്കൊടുത്തപ്പോ അവർക്ക് വളരെ ഉപകാരമായി. നല്ല അനുഗ്രഹം, അവർക്ക് വളരെ നന്നായിരിക്കണം എന്നും. 5 വീടുകളും 5 കുടിലുകളുമാണ് ലഭിച്ചത്. അവയുടെ 90% പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ജില്ലയിലെ സോളിഡാരിറ്റി പ്രവർത്തകർ അവരുടെ സമയം നീക്കിവെച്ചുകൊണ്ട് വീട് പണിയിൽ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട് പണി നടക്കുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ സമുദായത്തിലും പെട്ട യുവാക്കളും ഈ സംരംഭത്തിൽ അകമഴിഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്. സോൾഡാരിറ്റി നൽകിയ ഈ വീടുകൾ, കുടിലുകൾ സമൂഹത്തിൽ തികച്ചും ലഭിക്കാൻ അർഹരായ ആളുകൾക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ഒന്ന് നീലേശ്വരത്തിന് കിഴക്ക് ഭാഗത്തുള്ള കാലിച്ചാനടുക്കം എന്ന് പറയുന്ന പ്രദേശത്ത് വിധവകളായ 2 സഹോദരിമാർക്കാണ്. തികച്ചും അർഹരായ അവർക്ക് അവിടെ വീട് നിർമ്മിച്ചു നൽകുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുടിലുകളാണെങ്കിലും അത് ഒരു ചെറിയ കുടിലിൽ ഒതുക്കാതെ മറ്റു പലരും ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി താമസിക്കാൻ യോഗ്യമായ ഒരു ഭവനമായിട്ട് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന് സഹായങ്ങൾ നൽകിയ എല്ലാ ഉദാരമനസ്കരെയും സോളിഡാരിറ്റി നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
മൊത്തം 10 വീടുകളും 2 കുടിലുകളുമാണ് ഇതുവരെയായി നിർമ്മിച്ചത്. വീട് നിർമ്മാണത്തിൽ പ്രവർത്തകരുടെ കഠിനമായ അധ്വാനം, കണ്ണൂർ ജില്ലയിൽ തികച്ചും ഏറ്റവും ആവശ്യക്കാരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് വീട് നൽകിയത്. ഉദാഹരണത്തിന് പയ്യന്നൂർ നഗരസഭയുടെ മധ്യത്തിലുള്ള കുഞ്ഞിരാമൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം വലിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ ഒരു ടാർപോളിൻ ഷീറ്റ് മറച്ചു കെട്ടി സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ചു പോരുകയായിരുന്നു. മുനിസിപ്പാലിറ്റിയും മറ്റ് അധികൃതരുമൊക്കെയുള്ള നടുവിൽ ഇദ്ദേഹം ഈ പ്രയാസം അനുഭവിച്ച് കുറെ കാലമായി ജീവിക്കും. ഈ രീതിയിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന, പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഇനിയും ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് തന്നെ ഏറ്റവും ആവശ്യക്കാരെന്ന് തോന്നിയ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വീട് നൽകുവാൻ സാധിച്ചു എന്നുള്ളത് സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകമാണ്. ഇതുപോലുള്ള സംരംഭം കണ്ണൂർ ജില്ലയിൽ ഏർപ്പെടുത്തിയതോടുകൂടി സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആവശ്യകത സമീപ പ്രദേശത്തുള്ള ആളുകൾക്കും ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 5 വീടുകളും 5 കുടിലുകളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. വയനാട്ടിലെ 3 ഏരിയകളിൽ ഈ 5 വീടുകളും കുടിലുകളും ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി നിർമ്മിച്ചു നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. സോളിഡാരിറ്റി പ്രവർത്തകരുടെയും പ്രദേശ നിവാസികളുടെയും അകമഴിഞ്ഞ സേവനവും അധ്വാനവും ഈ വീടുകൾ പൂർത്തീകരിക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. 24 വീടുകളും 24 കുടിലുകളും നിർമ്മിക്കുവാനാണ് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 20 വീടുകൾ ഇപ്പോൾ തന്നെ നിർമ്മിച്ചു കൈമാറി. 4 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുടിലുകളുടെയും നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ജില്ലയിൽ ഇടപെട്ടപ്പോൾ മനസ്സിലായ ഒരു സംഗതി, നിരവധി അനവധി ആവശ്യക്കാർ ഉണ്ട് എന്നാണ്. ഓരോ ഏരിയകളിൽ നിന്നും 100 കണക്കിന് അപേക്ഷകൾ ഈ വിഷയത്തിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റികൾ വളരെ ശ്രദ്ധേയമായ ഒരു സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സംവിധാനമായി വികസിച്ചിട്ടുണ്ട്. പല ഏരിയകളിലും അത് തുടർ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വേദിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറുള്ള പല ആളുകളും പല വീട് ഉദ്ഘാടന പരിപാടികളിലും സംബന്ധിക്കുകയും അത് ഏൽപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ, പുതിയ വീട് നിർമ്മാണങ്ങൾ ഏറ്റെടുക്കുവാൻ ജില്ലയിലെ പല ഏരിയകൾക്കും സാധിച്ചിട്ടുണ്ട്. 7ഓളം വീടുകൾ ഇപ്പോൾ നിർമ്മാണം വേറെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായും രസകരവുമായ ചില അനുഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി കുറ്റ്യാടി വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ തറയും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ